Dear students, welcome to the Managerial Economics class. Today we discuss about the new topic decision making. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മാനേജീരിയൽ എക്കണോമിസ്റ്റും അദ്ദേഹത്തിൻ്റെ റെസ്പോൺസിബിലിറ്റീസും അദ്ദേഹം ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു. ഇന്ന് നമ്മളൊരു പുതിയ ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത്, ഡിസിഷൻ മേക്കിംഗ്. എന്താണ് ഡിസിഷൻ മേക്കിംഗ് എന്ന് പറഞ്ഞാൽ തീരുമാനം എടുക്കുക എന്നുള്ളത് എന്താണ്? ഡിസിഷൻ മേക്കിംഗ് മീൻസ് ഡിസൈഡിങ് വാട്ട് ടു ഡു ആൻഡ് വാട്ട് നോട്ട് ടു ഡു. ഡിസിഷൻ മേക്കിംഗ് എന്ന് പറഞ്ഞാൽ സിംപ്ലി പറയുകയാണെങ്കിൽ എന്ത് ചെയ്യണം എന്ത് ചെയ്യണ്ട എന്ന് തീരുമാനിക്കുന്നതാണ് എന്ത് ഡിസിഷൻ മേക്കിംഗ് എന്ന് പറഞ്ഞാൽ. വാട്ട് ടു ഡു ആൻഡ് വാട്ട് നോട്ട് ടു ഡു, എന്ത് നമ്മൾ ചെയ്യണം എന്ത് ചെയ്യാതിരിക്കണം. It involves selecting the best course of action from among several alternatives. കുറച്ചും കൂടെ നല്ലോണം പറയുകയാണെങ്കിൽ ഒരുപാട് ഓൾട്ടർനേറ്റീവ്സ് നിന്ന് ഒന്ന് നമ്മൾ സെലക്ട് ചെയ്യുന്നതാണെന്ത് ഡിസിഷൻ മേക്കിംഗ് എന്ന് പറഞ്ഞാൽ. ഇപ്പം നിങ്ങളുടെ കാര്യം തന്നെ എടുക്കുകയാണെങ്കിൽ നിങ്ങൾ കുറേ കോളേജുകൾ നിങ്ങളുടെ മുന്നിലുണ്ടായിരുന്നു, നിങ്ങളതിലെന്ത് സെലക്ട് ചെയ്തു? സെലഫിയിൽ ചേരാന്നുള്ളത് സെലക്ട് ചെയ്തു. അതൊരു ഡിസിഷൻ മേക്കിംഗ് ആണ്, ഒരു തീരുമാനമാണ്. ദെൻ എ ഫേം മെ നോട്ട് ഹാവ് ദ റിസോഴ്സസ് ഓർ time to choose many alternatives. Therefore, it will have to choose the best from several alternatives. അപ്പോൾ ഒരുപാട് ഓൾട്ടർനേറ്റീവ്സിൽ നിന്ന് ഏറ്റവും നല്ലത് സെലക്ട് ചെയ്യുക എന്നുള്ളൊരു പ്രോസസ്സാണ് എന്ത് ഡിസിഷൻ മേക്കിംഗ്. അപ്പോൾ ആ നല്ലത് സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും? ചിന്തിക്കേണ്ടി വരും അല്ലേ? വെറുതെ അങ്ങ് സെലക്ട് ചെയ്യുകയാണോ ചെയ്യുക? നമ്മളിപ്പോൾ സെലക്ട് ചെയ്ത ഓൾട്ടർനേറ്റീവ് നമുക്ക് നല്ലതാണോ അല്ലെങ്കിൽ നമുക്കത് ദോഷം ചെയ്യുമോ എന്നുള്ളതൊക്കെ നമ്മൾ പഠിച്ചിട്ടാണ് എന്ത് ചെയ്യുക, അത് സെലക്ട് ചെയ്യുക. Okay. Then, according to James Turner, decision making is the process of identifying and selecting a course of action to solve a specific problem. Definition ആണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എന്താണ്? പ്രോസസ് ഓഫ് ഐഡൻറ്റിഫൈങ് ആൻഡ് സെലക്ടിങ് കോഴ്സ് ഓഫ് ആക്ഷൻ. നമ്മളൊരു ആക്ഷൻ തിരഞ്ഞെടുക്കുകയാണ് എന്തിനു വേണ്ടിയിട്ട്? ഒരു പർട്ടിക്കുലർ പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതാണ് ഡിസിഷൻ മേക്കിംഗ് എന്ന് പറഞ്ഞാൽ. നെക്സ്റ്റ് വേറൊരു ഡെഫിനിഷൻ പറയുന്നത് അക്കോർഡിംഗ് JW ഡങ്കൻ പറഞ്ഞിരിക്കുന്നത്, ഡിസിഷൻ മേക്കിംഗ് ഇസ് ദ പ്രോസസ് ഓഫ് ചൂസിങ് എ കോഴ്സ് ഓഫ് ആക്ഷൻ ഫ്രം 2 or more alternatives. രണ്ടോ അതിലധികമോ ആൾട്ടർനേറ്റീവ്സിൽ നിന്ന് നല്ലൊരു കോഴ്സ് ഓഫ് ആക്ഷൻ തിരഞ്ഞെടുക്കുന്നതാണ് എന്ത് ഡിസിഷൻ മേക്കിംഗ് എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ രണ്ടുപേരും പറഞ്ഞിരിക്കുന്ന ഡെഫിനിഷനും എന്ത് തന്നെയാണ്? സെലക്ഷൻ തന്നെ. നമ്മൾ ഒന്നിൽ നിന്ന് പലതരം ഓൾട്ടർനേറ്റീവ്സിന് സെലക്ട് ചെയ്യുക എന്നുള്ള മീനിങ് തന്നെയാണ്. അപ്പോൾ ഇതാണ് ഡെഫിനിഷൻ. ദെൻ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സ് അല്ലെങ്കിൽ സ്റ്റെപ്സ്. എന്തൊക്കെ സ്റ്റെപ്പാണ് നമ്മൾ ഫോളോ ചെയ്യുക എന്നുള്ളത്. ഫസ്റ്റ് വൺ പറയുന്നത് റെക്കഗ്നൈസിങ് ദ നീഡ് ഫോർ ഡിസിഷൻ മേക്കിംഗ്. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ഇങ്ങനെ ഒരു തീരുമാനം എടുക്കേണ്ട ആവശ്യമുണ്ടോ? ഇപ്പം നിങ്ങൾ പഠിക്കേണ്ട ആവശ്യമുണ്ടോ? അതൊരു കാര്യമല്ലേ. നിങ്ങൾ പഠിക്കുന്നില്ല എന്ന് നിങ്ങൾ വെറുതെ കോളേജ് സെലക്ട് ചെയ്യണോ? വേണ്ടല്ലോ. അപ്പോൾ പഠിക്കുന്നുണ്ടെങ്കിൽ ഏത് കോഴ്സ് പഠിക്കണം, ഇതൊക്കെ നിങ്ങൾ തീരുമാനിക്കുന്ന കാര്യങ്ങളല്ല. അതേപോലെ റെക്കഗ്നൈസിങ് ദ നീഡ് ഫോർ ഡിസിഷൻ മേക്കിംഗ്. There will be occasions in business where our routine actions are insufficient. A major problem or a crisis or a great opportunity will call for some important decisions. Therefore, the first step in decision making is to recognize the need for decision making. അപ്പോൾ സാധാരണ നടന്നു പോകുന്നതിൽ നിന്ന് എന്തെങ്കിലും വ്യത്യസ്തമായിട്ട് ചെയ്യണമെങ്കിൽ അവിടെയാണ് എന്തിൻ്റെ ആവശ്യകത വരുന്നത്? ഡിസിഷൻ മേക്കിങ്ങിൻ്റെ ഒരു ആവശ്യം വരുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ റെക്കഗ്നൈസ് ദ നീഡ് ഫോർ ഡിസിഷൻ മേക്കിംഗ്. നമ്മൾ എന്ത് ചെയ്തു? റെക്കഗ്നൈസ് ചെയ്തു, നീഡ് റെക്കഗ്നൈസ് ചെയ്തു. സെക്കൻഡ് വൺ, ഡിഫൈൻ ദ പ്രോബ്ലം. ഫോർ ക്ലാരിറ്റി ഇൻ ഡിസിഷൻ മേക്കിംഗ് ദ പ്രോബ്ലം ഹാസ് ടു കറക്റ്റ്ലി ഡിഫൈൻ. ഇൻ ട്രീറ്റ്മെൻറ്റ് ഡയഗ്നോസ് ഓഫ് ദ ഡിസീസ് ഇൻ ക്രൂഷ്യൽ. വൺസ് ദ ഡിസീസ് ഈസ് നോൺ, അപ്രോപ്രിയേറ്റ് മെഡിസിൻ ക്യാൻ ബി ഗിവൺ ടു ദ പേഷ്യൻറ്റ്. Similarly, in business, the problem has to be properly defined to facilitate correct decision making. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ പ്രോബ്ലം എന്തിനാണ് നമ്മൾ തീരുമാനം എടുക്കേണ്ടത്, എന്തിനു വേണ്ടിയിട്ടാണ് തീരുമാനം എടുക്കേണ്ടത് എന്നുള്ളത് കറക്റ്റായിട്ട് പഠിച്ചിരിക്കണം. ഇപ്പോൾ നമ്മളൊരു അസുഖത്തിന് ഡോക്ടറെ കാണിക്കാൻ പോയാൽ ആ അസുഖത്തിനെ പറ്റി നല്ലോണം പഠിച്ചാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ? അതിന് മരുന്ന് കൊടുക്കാൻ പറ്റൂ. അപ്പോൾ അതേപോലെ ഏതാണ് പ്രോബ്ലം എന്നുള്ളത് നല്ലോണം പഠിച്ചാൽ അതിനെന്ത് പറ്റുമെന്ന് പറഞ്ഞത്, അതിന് സോൾവ് ചെയ്യാനുള്ള തീരുമാനം എടുക്കാൻ പറ്റൂ. നെക്സ്റ്റ്, ഐഡൻറ്റിഫൈ ആൻഡ് ഇവാലുവേറ്റ് ഓൾട്ടർനേറ്റീവ്സ്. ദർ വിൽ ഓൾവേസ് ബി മെനി സൊല്യൂഷൻ ടു എ പ്രോബ്ലം. ദർ ക്യാൻ ബി മെനി വേയ്സ് ഓഫ് ഡൂയിങ് തിങ്സ്. Therefore, before taking a decision, the various alternatives have to be identified. Once this is done, they have to be evaluated.
ഇവാലുവേഷൻ ഷുഡ് ബി ഡൺ ബേസ്ഡ് ഓൺ ദ കോസ്റ്റ് ഇൻവോൾവ്ഡ്, ദ ടൈം നെസസറി ഫോർ കംപ്ലീഷൻ ആൻഡ് ദ റിട്ടേൺ എക്സ്പെക്റ്റഡ്. അപ്പോൾ എന്താ പറഞ്ഞത്? ഓൾട്ടർനേറ്റീവ്സ് ഇവാലുവേറ്റ് ചെയ്യുക. മീൻസ് ഇപ്പോൾ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടി പല രീതിയിൽ നമുക്ക് സോൾവ് ചെയ്യാം. ഒരു കാര്യം നമുക്ക് അതിന് സൊല്യൂഷൻ കാണാൻ വേണ്ടി ഒരുപാട് വഴികൾ നമ്മുടെ മുന്നിലുണ്ടാവും. ABC എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ മുന്നിൽ ഒരുപാട് വഴികളുണ്ടാവും. അപ്പോൾ ഈ വഴികളിൽ നമ്മൾ ഏതാണോ സെലക്ട് ചെയ്യുന്നത്, ഇപ്പോൾ 10 ഓൾട്ടർനേറ്റീവ്സ് ഉണ്ടെങ്കിൽ 10-ൽ 1 നമ്മൾ തിരഞ്ഞെടുക്കുക. ആ 1 തിരഞ്ഞെടുക്കുമ്പോൾ അതിന് എന്തൊക്കെ നോക്കണം എന്നാണ് പറഞ്ഞത്? ഓൺ ദ ബേസ് ഓഫ് കോസ്റ്റ് ഇൻവോൾവ്ഡ്, നമ്മളത് ചെയ്യുമ്പോൾ അതിന് എത്ര കോസ്റ്റ് വരും, ടൈം എത്ര സമയമെടുക്കും, ദെൻ അതിൽ നിന്ന് കിട്ടുന്ന റിട്ടേൺ. നമ്മളത് ആ ഒരു സ്റ്റെപ്പ് എടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മൾ ആ ഒരു ഓൾട്ടർനേറ്റീവ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന റിട്ടേൺ നല്ലതായിരിക്കും ചീത്തയായിരിക്കും. അപ്പോൾ ഇതൊക്കെ ചെയ്യുന്നതാണ് ഇവാലുവേറ്റ് ദ ഓൾട്ടർനേറ്റീവ്സ്. അപ്പോൾ ആ ഓൾട്ടർനേറ്റീവ്സിനെ പറ്റി നല്ലോണം പഠിക്കുക. ഓരോന്നിനെ എടുത്ത് വെച്ച് എന്ത് ചെയ്യുക? പഠിക്കുക. 4-മത്തേത് ചൂസ് ദ ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ്. അപ്പോൾ നമ്മൾ പഠിച്ചൊക്കെ കഴിഞ്ഞ് ഇനി എന്തായിരിക്കും നെക്സ്റ്റ് വൺ? അതിൽ നിന്നൊന്ന് സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ് എന്ത് ചെയ്തു? സെലക്ട് ചെയ്തു. ദിസ് ഷുഡ് ബി ബേസ്ഡ് ഓൺ കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ് ആൻഡ് റിസോഴ്സ് അവൈലബിൾ. അപ്പോൾ നമ്മളെ കയ്യിലുള്ള റിസോഴ്സ്, നമുക്കത് ചെയ്യാനുള്ള റിസോഴ്സ് നമ്മൾ കയ്യിലുണ്ടോ നോക്കുക. കൂടെ കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസും കൂടെ നടത്തിയിട്ട് എന്ത് ചെയ്യുക? ആ ഒരു ഓൾട്ടർനേറ്റീവ് നമ്മൾ സെലക്ട് ചെയ്തു. ദെൻ ഇംപ്ലിമെൻറ്റ് ദ ഡിസിഷൻ. ഇനി എന്ത് ചെയ്യും? നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചാൽ പോരല്ലോ, എന്ത് ചെയ്യണം? ഇംപ്ലിമെൻറ്റ് ചെയ്യണം. മീൻസ് നമ്മളത് ഡിസിഷൻ മേക്ക് ചെയ്യണം. നമ്മുടെ വർക്കിങ്ങിലേക്ക് അത് ഇടണം. Implementing the decision is also a part of decision making. The right environment of implementing the decision has to be created. The necessary support for implementation, financial and human resources, logistics, etc. has to be provided for implementing the decision. The management has to oversee the implementation of decision. അപ്പോൾ നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ചുകൊണ്ടായിരിക്കണം എന്ത് ചെയ്യേണ്ടത്? ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടത്. ലാസ്റ്റ് വൺ അസസ് ദ റിസൾട്ട്. ഇനി എന്ത് ചെയ്യുക? നമ്മൾ ഇംപ്ലിമെൻറ്റ് കഴിഞ്ഞ ഒരു റിവ്യൂ എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യുക? അതിൻ്റെ റിസൾട്ട് എന്ത് ചെയ്യുക? ചെക്ക് ചെയ്യുക. ഫോർ ദ പ്രോപ്പർ ഇവാലുവേഷൻ ഓഫ് ദ ഡിസിഷൻ മെയ്ഡ് ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു അസസ് ദ റിസൾട്ട്. ദർ ആർ മെനി ടൂൾസ് അവൈലബിൾ ഇൻ ബിസിനസ് മാനേജ്മെൻറ്റ് ഫോർ ദ ഇവാലുവേഷൻ ഓഫ് ദ റിസൾട്ട്. ഇഫ് ദർ ഈസ് എനി ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഒബ്ജക്റ്റീവ് ഓഫ് ദ സ്ട്രാറ്റജി ആൻഡ് ദ റിസൾട്ട് റിയലൈസ്ഡ്, ദാറ്റ് ഹാസ് ടു ബി സ്റ്റഡീഡ്. ദാറ്റ് ക്യാൻ ബി ക്രിട്ടിക്കൽ ഇൻപുട്ട് ഫോർ ഫ്യൂച്ചർ ഡിസിഷൻ. അപ്പോൾ നമ്മൾ റിസൾട്ട് പഠിക്കുക. അപ്പോൾ റിസൾട്ടിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ നമ്മൾ വിചാരിച്ച റിസൾട്ട് അല്ലെങ്കിൽ, നമ്മൾ ചെയ്ത എന്തോ ഒരു കാര്യത്തിൽ നമ്മൾ എടുത്ത ആൾട്ടർനേറ്റീവിൽ എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ട് അറിയാമല്ലോ. അപ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ നല്ല രീതിയിൽ അത് എന്ത് ചെയ്യണം? ആ ഡിഫറൻസ് പഠിക്കുക. നമുക്ക് കിട്ടിയ റിസൾട്ടും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത റിസൾട്ടും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ എന്നുള്ളത് കമ്പയർ ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക? അഥവാ അത് ഫ്ലോപ്പാണെങ്കിൽ നമ്മളത് മാറി ചിന്തിക്കണം അല്ലേ. അപ്പോൾ ഇതെന്ത് ചെയ്യാണ്? ഇതാണ് അടുത്ത നമ്മുടെ ഫ്യൂച്ചർ ഡിസിഷൻ മേക്കിങ്ങിന് ഇതൊരു ബേസാണ് ഈ ഒരു റിസൾട്ട് എന്നുള്ളത്. അപ്പോൾ ഇതാണ് സ്റ്റെപ്സ്. അപ്പോൾ 6 സ്റ്റെപ്പുകളാണ് ഇത്. നല്ലോണം നോട്ടിലേക്ക് എഴുതി വെക്കുക, പഠിച്ച് വെക്കുക. താങ്ക് യു.